ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വെറും 2 കളർ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 2 കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് ഓരോന്നിൻ്റെയും ഞാൻ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്ക് ആദ്യം സ്റ്റെം ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ സ്റ്റെം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പെറ്റൽസ് ഉണ്ടാക്കാം. പെറ്റൽസ് ഉണ്ടാക്കാനായിട്ട് 8 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഞാനിതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കി കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ക്രിസ്മസ് ഡെക്കോർ വീഡിയോസ് ഞാൻ കുറച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് നോക്കുക. അതിനായിട്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള വർക്കുകളാണ്. എല്ലാവരും ഒന്ന് കയറി കാണാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ പെറ്റൽ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പെറ്റൽസിന് നല്ല ഭംഗിയും ഷേപ്പും വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത 6 എണ്ണമാണ് നമുക്ക് വേണ്ടത്. നമുക്കിതുപോലെ ഒന്ന് മടക്കിയിട്ട് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെമ്മിൻ്റെ ഉള്ളിലേക്കൂടെ ഇതുപോലെ കടത്തി ഗം വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള പെറ്റൽസ് വെച്ചിട്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാം. ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് 2 ലീഫാണ് ചെയ്തെടുക്കാൻ പറ്റുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. ലീഫിൻ്റെ സ്റ്റെം ഭാഗമാണ് നമ്മൾ ഈ ചെയ്തെടുക്കുന്നത്. രണ്ട് ലീഫിനായിട്ട് 2 എണ്ണം ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ലീഫുമേൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ലീഫ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ലീഫ് ഇതുപോലെ ഗം വെച്ചിട്ട് സ്റ്റെമ്മുമേൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാണാനോ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ ബൈ.